ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ ഗ്രാനി സ്പെഷ്യൽ. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് ഹാപ്പി ഓണം. ഓണത്തിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഞാൻ ഇന്നിവിടെ ഒരു പായസമാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അത് ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഡ്രാഗൺ ഫ്രൂട്ട് പായസം ഉണ്ടാക്കാനായിട്ട് ഒരു ഡ്രാഗൺ ഫ്രൂട്ട്, 1 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് സേമിയ, പിന്നെ 1 ടിൻ കണ്ടൻസ്ഡ് മിൽക്ക്, 1 പാക്കറ്റ് 1/2 ലിറ്റർ പാല്, കുറച്ച് നെയ്യ്, ഏലക്കാപ്പൊടി, ഇത്രയാണ് ആവശ്യം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് 4 സ്പൂണ് പഞ്ചസാര അതിലേക്ക് ഇടണം. എന്നിട്ട് 2 സ്പൂൺ വെള്ളം ഒഴിച്ച് അത് പാനിയായിട്ട് അതിലേക്ക് ഡ്രാഗൺ ഫ്രൂട്ട് അരിഞ്ഞു വെച്ചത് ഇട്ട് വിളയിക്കുക. ഇതിൻ്റെ കൂടെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ഇടണം. ഈ ഫ്രൂട്ട് പഞ്ചസാര പാനിയിൽ നമുക്ക് നന്നായി വിളയിച്ചെടുക്കാം. വേറെ ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിക്കണം. വെള്ളം തിളച്ച് വരുമ്പോൾ എടുത്തു വച്ചിരിക്കുന്ന സേമിയ ഇതിലേക്ക് ഇടുക. സേമിയ വെന്ത് കഴിഞ്ഞു. അതിലേക്ക് കണ്ടൻസ് മിൽക്കും എടുത്തു വെച്ച 1/2 ലിറ്റർ പാലും കൂടെ ഒഴിക്കണം. ബാക്കി പഞ്ചസാരയും ഇതിലേക്ക് യോജിപ്പിച്ച് നല്ലപോലെ കുറുക്കണം. പാലും കണ്ടൻസ് മിൽക്കും കൂടെ കുറുകി വരുമ്പോൾ നമ്മൾ വിളയിച്ച് വെച്ചിരിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ഇതിലേക്ക് യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി 1 സ്പൂണ്, 1 ടീസ്പൂൺ ഇതിലേക്ക് യോജിപ്പിച്ച് കുറച്ച് നെയ്യും കൂടെ ഇതിലേക്ക് ചേർക്കുക. നമ്മുടെ പായസം റെഡിയായി. ഇതിനു മുമ്പ് ഇങ്ങനത്തെ പായസം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് വളരെ ടേസ്റ്റിയാണ്. അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വേഗം ഉണ്ടാക്കാം. നിങ്ങളിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുമല്ലോ. താങ്ക് യു.